السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله النبي الكريم أما بعد. നമ്മളിന്ന് മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് ഖിയാമത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. അന്ന് ഖിയാമത്തിന്റെ അടയാളങ്ങൾ വിശദമായി പറയാൻ കഴിഞ്ഞില്ല. ചില സൂചനകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയായിരുന്നു. നമുക്കറിയാം, ഖുർആനിൽ അന്ത്യദിനത്തെ സംബന്ധിച്ച് ധാരാളമായി പ്രസ്താവനകളുണ്ട്. ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം. അന്ത്യദിനത്തിന്റെ ആ പ്രകമ്പനം ഒരു ഭയാനകമായ സംഭവമാണ്. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും വിട്ട് അശ്രദ്ധമാകുന്ന സമയമാണ്. അവർ ആകെ ഭയത്തിൽ, ബേജാറിൽ, വെപ്രാളത്തിലായി പോകും. കുഞ്ഞിനെ ഇട്ടിട്ട് പോയി കളയും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഗർഭിണി ഗർഭം അലസി പ്രസവിച്ചു പോകുന്ന സമയമാണ്. ഭീകരമായ ശബ്ദവും സർവ്വതും തകർന്ന് തരിപ്പണമാകുന്ന ഘട്ടം. وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചവരെ പോലെ കാണും. وترى الناس سكارى وما هم بسكارى. പക്ഷേ അവർ ലഹരി ബാധിതരല്ല. ആ സമയത്തിന്റെ ഭയാനകമായ അവസ്ഥയിൽ, ബേജാറിൽ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന സമയമാണെന്ന് അല്ലാഹു തആല പറയുന്നു. ആ സമയം ആർക്കും അറിയിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യദിനം എപ്പോഴാണെന്ന് മത്തസ്സാഅ, അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് റസൂലുള്ളാഹി വൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. അറിവില്ലായ്മയിൽ, അന്ത്യദിനം എപ്പോഴാണെന്നുള്ള അറിവില്ലായ്മയുടെ വിഷയത്തിൽ ഞാനും നിങ്ങളും തുല്യമാണ്. ചോദിക്കപ്പെട്ടയാൾ ചോദിച്ചയാളേക്കാൾ അറിവുള്ളവനല്ല എന്ന് പറഞ്ഞാൽ താങ്കൾക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയിക്കപ്പെട്ടിട്ടില്ല. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്ന് ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്. ഫഹൽ യൻദുറൂന ഇല്ല സാഅൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാതുഹ. അതിന്റെ അടയാളങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ സന്ദർഭം, അന്ത്യദിനം, സർവ്വതും തകരുന്ന ഘട്ടം, അത് പെട്ടെന്നാണ് സംഭവിക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. നിശ്ചയമായും അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ്. എന്ന് സംഭവിക്കും എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. അന്ത്യദിനം എപ്പോഴാണെന്ന് നിന്നോട് ജനങ്ങൾ ചോദിക്കും. നിശ്ചയമായും അതിന്റെ അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ, എന്റെ നാഥന്റെ അടുക്കൽ മാത്രമാണെന്ന് താങ്കൾ പറയുക. അപ്പൊ ഈ നിലയിൽ അന്ത്യദിനം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ ലോകം മുഴുവനും അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് അവസാനം മനുഷ്യന്റെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിൽ സഗീർ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അയക്കുന്ന ആ അവസ്ഥ ഉണ്ടാകാനാണ് ഈ സംവിധാനങ്ങളെല്ലാം അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. പൂർവകാല പ്രവാചകന്മാരെല്ലാവരും അവരവരുടെ ജനങ്ങളോട് അന്ത്യദിനത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. കാരണം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ ശേഷമുള്ള ജീവിതം സന്തോഷകരം, ആനന്ദകരം, എക്കാലവും സുഖം. അനുസരിക്കാത്തവർക്ക് കാലാകാല ദുഃഖം എന്ന് പറയുമ്പോൾ അന്ത്യദിനം പറയേണ്ടി വരും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സുബഹ് നമസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറി ളുഹർ വരെയും പ്രസംഗിച്ചു. വീണ്ടും ഇറങ്ങി, പിന്നെ ളുഹർ നമസ്കാരത്തിന് ശേഷം വീണ്ടും മിമ്പറിൽ കയറി വീണ്ടും അസർ നമസ്കാരം വരെ പ്രസംഗിച്ചു. പിന്നെ അസറിന് ഇറങ്ങി അസർ നമസ്കരിച്ചു. അതിനുശേഷം വീണ്ടും മിമ്പറിൽ കയറി സൂര്യാസ്തമയം വരെയും പ്രസംഗിച്ചു. സഹാബി പറയാണ്, അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങളോട് പറഞ്ഞു.
ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അന്ത്യദിനം വരെ ഈ ലോകത്ത് സംഭവിക്കുന്നത്, അതിനുശേഷം സംഭവിക്കുന്ന ഇങ്ങനെ പ്രധാനപ്പെട്ട അന്ത്യദിനവും ആയിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങളുമൊക്കെ വളരെ വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു പകൽ മുഴുവൻ നീണ്ടു നിന്ന പ്രഭാഷണം റസൂലുള്ളാഹിയുടെ. ഫഅഅലമുന അഹ്ഫളുന, ആ പ്രഭാഷണങ്ങൾ ഏറ്റവും കൂടുതൽ ആരാണോ മനഃപ്പാടമുള്ളത് അവരാണ് ഞങ്ങളിൽ ഏറ്റവും അറിവുള്ളവർ. റസൂലുള്ളാഹി ഈ നിലയിൽ വളരെ പ്രാധാന്യതയോടെ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളും മറ്റും സഹാബാക്കളെ ബോധ്യപ്പെടുത്തുവാൻ വളരെ കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുകയും പ്രഭാഷണത്തിലൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ ഉമ്മത്തെ മുസ്ലിമ ആദ്യകാല ഹദീസ് പണ്ഡിതന്മാർ അലാമാത്തെ ഖിയാമത്ത്, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ വന്ന ഹദീസുകളെ പ്രത്യേകം ക്രോഡീകരിക്കുകയും അത് ജനങ്ങളിൽ മറ്റ് ഇതര വിഷയങ്ങളെ പോലെ തന്നെ പഠിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഈ ഹദീസിന്റെ കിതാബിന്റെ ഒരു ഭാഗം തന്നെ അലാമാത്തെ ഖിയാമത്താണ്, ഖിയാമത്തിന്റെ അടയാളങ്ങൾ, അശ്റാത്തു സാഅ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ എന്നാണ്. അതുകൂടാതെ പ്രത്യേക ഗ്രന്ഥങ്ങൾ തന്നെ ആ വിഷയത്തിൽ രചിക്കപ്പെടുകയും ചെയ്തു. ചില അടയാളങ്ങളെ സംബന്ധിച്ച് വിശദമായി തങ്ങൾ ചർച്ച ചെയ്യുകയും സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ചില അടയാളങ്ങളെ പറ്റി അത്രത്തോളം വിശാലമായി വന്നിട്ടില്ലെങ്കിലും അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 തരത്തിലുള്ള അടയാളങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഖിയാമത്തിന് കുറേ മുമ്പ് സംഭവിക്കുന്ന കുറച്ച് അടയാളങ്ങൾ. പിന്നെ ഖിയാമത്തിനോട് അടുത്ത് സംഭവിക്കുന്ന അടയാളങ്ങൾ. പിന്നെ അവ രണ്ടിനും ഇടയിൽ സംഭവിക്കുന്ന അടയാളങ്ങൾ. അലാമാത്തെ ബഈദ, നേരത്തെ സംഭവിക്കുന്ന അടയാളം. അലാമാത്തെ മുതവസ്സിത, പിന്നീട് സംഭവിക്കുന്നത്. പിന്നെ അലാമാത്തെ ഖരീബ, തൊട്ടടുത്ത് ഖിയാമത്തിന്റെ തൊട്ടടുത്ത സമയങ്ങളിൽ സംഭവിക്കുന്ന അടയാളങ്ങൾ. ഏകദേശം അടുത്ത്, കാരണം അത് സംഭവിക്കുന്നത് പെട്ടെന്നാണ്. ഏകദേശം ആ അടയാളങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ത്യദിനം ഉടൻ തന്നെ സംഭവിച്ചു. ആ നിലയിലുള്ള അടയാളങ്ങൾ അത് മൂന്നായി വേർതിരിച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായി വന്നു എന്നുള്ളത് തന്നെ ഖിയാമത്തിന്റെ ബഈദായ ഒരു അടയാളമാണ്. ഇനി നബിമാരൊന്നും വരാനില്ല, അവസാനത്തെ പ്രവാചകനാണ്. ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പ്രവാചകന്റെ കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവ അന്ത്യപ്രവാചകന്റെ ആഗമനം തന്നെ ഖിയാമത്തിന്റെ ബഈദായ അടയാളങ്ങളിൽ ആദ്യത്തേതാണ്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു അടയാളമാണ് ലാ തഖൂമു സ്സാഅതു ഹത്താ തുഖാതിലു തുർക സിഗാറൽ അഅ്യുനി ഹുംറൽ വുജൂഹ്, മുഖം ചുവന്ന, കണ്ണ് ചെറുതായ, മൂക്കു പതിഞ്ഞ മംഗോളിയരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. മംഗോളിയൻ വിഭാഗമാണ് താത്താരികൾ. ഇറാഖ് ബാഗ്ദാദ് ആക്രമിച്ച ആ സംഭവമുണ്ട്. ഹിജറ 656 അവരുടെ ആക്രമണം ഏറ്റവും ശക്തമായി നടന്നത്. ബാഗ്ദാദിന്റെ പതനവും എല്ലാം ഉണ്ടായത് അതിലാണ്, 656 ഹിജറ. അപ്പൊ ആ യുദ്ധത്തെ സംബന്ധിച്ചാണ്, ഒരു യുദ്ധം നടക്കും, അത് നടക്കാതെ അന്ത്യദിനം ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. താത്താരി യുദ്ധമാണ്. ഇസ്ലാമിക ലോകത്ത് അങ്ങ് ഈജിപ്റ്റ് വരെയും അവർ കീഴടക്കുകയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. 656. അപ്പൊ അതൊരു അടയാളമാണ്. ആദ്യ അടയാളങ്ങളിൽപ്പെട്ട അടയാളമായി റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു യുദ്ധം നടക്കും, വലിയ നാശനഷ്ടങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടാകും. അപ്പൊ അത് താത്താരികളുടെ യുദ്ധമാണ്, മംഗോളിയൻ വിഭാഗത്തിന്റെ യുദ്ധമാണെന്ന് പറയും. പിന്നെ മറ്റൊന്നാണ് നാറുൽ ഹിജാസ്, ഹിജാസ് പ്രദേശത്ത് വലിയ തീപിടുത്തം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ലാ തഖൂമു സ്സാഅതു ഹത്താ തഖ്റുജ നാറുൻ മിൻ അർദിൽ ഹിജാസ്. ഹിജാസ് പ്രദേശത്ത്, മക്ക മദീന എല്ലാം ഉൾപ്പെടുന്ന പ്രദേശത്ത്
വലിയൊരു തീപിടുത്തം ഉണ്ടാകും. ആ തീപിടുത്തവും ഉണ്ടായി കഴിഞ്ഞു എന്നാണ് നമ്മുടെ മുഹദ്ദിസുകൾ, ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ താത്താരികൾ പുറപ്പെട്ട് ഒരു വർഷത്തിന് ശേഷം മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ അതിഭയാനകമായ തീപിടുത്തമുണ്ടായി. അത് ഹിജ്റ 654 ആണെന്ന് പറയും. മൈലുകളോളം ദീർഘപ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. പർവ്വതങ്ങളിലുള്ള ചെടികളും വീടുകളുമെല്ലാം കത്തിച്ചാമ്പലായി. 52ഓളം ദിവസം അണയാതെ കത്തി നിന്നു എന്നാണ് ചരിത്രത്തിൽ ആ തീപിടുത്തത്തെ സംബന്ധിച്ച് പറയുന്നത്. അതിന്റെ പ്രകാശം മക്കയിലും ജംബൂഹ്, തൈമാഹ്, ബുസ്ര, കുറെ ദൂരമുള്ള സ്ഥലമാണ് ബുസ്ര, അവിടെ വരെയും ഈ തീയുടെ ജ്വാലകൾ കാണാൻ പറ്റുമായിരുന്നു. അത്ര ഭയങ്കരമായ തീയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകും, അത് ഖിയാമം അത് കഴിഞ്ഞിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ അതൊക്കെ കുറെ ദൂരത്തുള്ള അടയാളങ്ങളാണ്. അപ്പൊ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത അതിനുശേഷം ഉണ്ടാകുന്ന കുറെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കൂട്ടത്തിൽ അനവധി കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കൽ കയ്യിൽ തീക്കട്ട പിടിക്കുന്നതിന് സമമായിരിക്കും. അതെത്ര പ്രയാസകരമാണോ അത്ര പ്രയാസകരമായിരിക്കും ദീനീ നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കൽ. അതേപോലെ നേതാക്കൾ ധാരാളം ഉണ്ടാകും, പക്ഷേ നീതിയുള്ളവർ, അമാനത്തുള്ളവർ, ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവർ വളരെ കുറവായിരിക്കും. നേതാക്കന്മാർ മുനാഫിക്കുകൾ, കപടന്മാരായി മാറും. ഇന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മധ്യതരത്തിലുള്ള അടയാളങ്ങൾ ഒരുപാട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. നിന്ദ്യരും കപടന്മാരുമായിരിക്കും ഗോത്രങ്ങളുടെയും സമൂഹങ്ങളുടെയും നേതാക്കൾ. കമ്പോളത്തിലെ നയിക്കുന്ന നേതാക്കൾ അവരും ഫാജിലുകൾ, കുറ്റവാളികളായിരിക്കും. നിയമം നടപ്പാക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാകും. അവർ അക്രമികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. കുട്ടികളുടെ ഭരണകൂടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വളരെ ഭരണമൊക്കെ കളിയായി, തമാശയായി കാണുന്ന ഒരു സമൂഹം. ദീനിന്റെ അറിവുകൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഖുർആനിനെ പദ്യങ്ങൾ പോലെ അല്ലെ വായിക്കപ്പെടുകയും മാന്യതയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും ഖുർആനിനെ കൂടുതലായി വായിക്കപ്പെടുന്ന, ഓതപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഖുർആൻ വായിക്കുന്നവർ കൂടുമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ കുറഞ്ഞു പോകും. ഉലമാക്കൾ വധിക്കപ്പെടും. മനുഷ്യൻ മരണത്തെ കൂടുതൽ ആഗ്രഹിച്ചു പോകുന്നത്ര ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടാകും. പിൽക്കാലത്തുള്ളവർ ആദ്യകാലക്കാരെ ശപിക്കുന്ന അവസ്ഥയുണ്ടാകും. ചതിയന്മാരെ വിശ്വസ്തരായും വിശ്വസ്തരെ ചതിയന്മാരായി കണക്കാക്കപ്പെടും. സത്യസന്ധനെ കള്ളനായും കളവ് പറയുന്നവരായും കളവ് പറയുന്നവരെ സത്യസന്ധരായി ഗണിക്കപ്പെടും. തിന്മകളെ നന്മയായി, നന്മകളെ തിന്മയായി ഗണിക്കപ്പെടും. ഇന്നതെല്ലാം ഉണ്ട് അല്ലെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് പല സ്വഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യരോട് നല്ല നിലയിൽ പെരുമാറും. ബന്ധുക്കളോടുള്ള അവകാശങ്ങൾ അവഗണിക്കപ്പെടും. മാതാപിതാക്കൾക്ക് അനുസരണക്കേട് കാണിക്കുകയും ഭാര്യമാരെ അനുസരിക്കുകയും ചെയ്യും. പള്ളികളിൽ വളരെ ഉയർന്ന ശബ്ദത്തിൽ ദുന്യവിന്റെ കാര്യങ്ങൾ സംസാരിക്കപ്പെടും. പരിചയക്കാരായ മുസ്ലിമീങ്ങളോട് മാത്രം സലാം പറയപ്പെടും. മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പരിചയമില്ലാത്തവരോടും സലാം ചെല്ലണമെന്നാണ് നിർദ്ദേശം. പക്ഷേ പരിചയമുള്ളവരോട് മാത്രമായിരിക്കും സലാം പറയപ്പെടുക. അതേപോലെ വിവാഹം ധാരാളമായി തകരും. തലാഖ് ഹോങ്കി, കസരത്ത് ഹോങ്കി, തലാഖുകൾ ധാരാളമായി സംഭവിക്കും.
ഉം. നല്ല ജനങ്ങൾ ഒളിച്ചും പാത്തുമായിരിക്കും സഞ്ചരിക്കുക. അവർക്ക് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും പറ്റാത്തത്ര മോശം വ്യാപകമാകും. തിന്മയുടെ ആൾക്കാരുടെ ആധിക്യമായിരിക്കും നാടുകളിൽ. പൊങ്ങച്ച പ്രകടനത്തിനായി വലിയ വലിയ കെട്ടിടങ്ങൾ വീടുകളായി നിർമ്മിച്ച് അതിൽ വസിക്കും. പരസ്പരം ആ വിഷയത്തിൽ ജനങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കും. പലിശയെ കച്ചവടം എന്ന നിലയിൽ അതിനെ അനുവദിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. കൈക്കൂലി സംഭാവന എന്ന പേരിൽ ഹലാലായി മനസ്സിലാക്കപ്പെടും. അതുപോലെ വാദ്യോപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടും. വ്യഭിചാരം അധികരിക്കും. ജാരസന്ധതികൾ കൂടും. അതേപോലെ വിരുന്ന് സൽക്കാരങ്ങളിൽ സ്ത്രീകളെ നൽകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആഹാരം കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ ആവശ്യപൂർത്തീകരണത്തിന് സ്ത്രീകൾ നൽകപ്പെടുന്ന അതിഥി സൽക്കാരങ്ങൾ. പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. വസ്ത്രങ്ങൾ ധരിച്ചാലും അവയവങ്ങൾ ഔറത്ത് പ്രത്യക്ഷപ്പെടുന്ന വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലായി ഖിയാമത്തിന്റെ മധ്യമായ അടയാളങ്ങൾ, ഖിയാമത്തിന്റെ തൊട്ടടുത്തുള്ള വലിയ അടയാളങ്ങൾ എന്ന നിലയിലല്ല, അതിനു മുമ്പ് സംഭവിക്കുന്ന അടയാളങ്ങൾ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ ഏകദേശം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് ഇത് കുറവായിരുന്നു, ഇപ്പോൾ അത് കൂടി വരുന്നു, ഇനി ഇതിനേക്കാൾ കൂടുതൽ അത് വർദ്ധിച്ചുകൊണ്ടേ പോകും. അടയാളങ്ങൾ ഏകദേശം ഈ പറഞ്ഞതൊക്കെ ഇന്ന് നമ്മളുടെ മുന്നിലുണ്ട്. ഇനി അതിന്റെ ആധിക്യം എത്രത്തോളം ശക്തമായി വരും എന്നിനി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ചില അടയാളങ്ങൾ അത് അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്, ചിലത് തുടക്കത്തിലാണ്. ഇനിയും അത് വർദ്ധിച്ച് അത് ശക്തമാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ മുന്നിൽ കാണുക. സമ്പത്തില്ലാതിരുന്ന സാധുക്കളായിരുന്നവർ പോലും വലിയ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കി അതിൽ പൊങ്ങച്ചെന്നടിക്കും. യത്തതാവലൂന ഫിൽ ബുനിയാൻ. ആടുകളെ മേച്ച് നടന്ന, ഒട്ടകങ്ങളെ മേച്ചിരുന്ന, അതേപോലെ നിസ്സാരരായിരുന്ന ആൾക്കാർ പോലും വലിയ വലിയ സൗധങ്ങൾ നിർമ്മിച്ച് പൊങ്ങച്ചെന്നടിക്കും എന്ന് ഹദീസ്. നമ്മൾ മദ്രസകളിൽ മുതൽ ധാരാളമായി ഈ കാര്യങ്ങളൊക്കെ കേട്ടുവരുന്നവരാണ്. അതേപോലെ പ്രഭാഷണങ്ങളിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. നമ്മുടെ ക്ലാസിന്റെ ഭാഗമായി ഒരു വിശദമായിട്ട് അലാമാത്ത് ഖിയാമത്ത് ദിനത്തിന്റെ അടയാളങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഈ 3/4 മണിക്കൂറിനുള്ളിൽ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിൽ വരാതെ സൂക്ഷിക്കുക. വരേണ്ടത് ആ സമയത്ത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം സൂക്ഷിച്ചു മാറ്റി നിർത്തുക. അന്ത്യദിനത്തിന്റെ അടയാളങ്ങളായി തിന്മകളുടെ ആധിക്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതെല്ലാം തിന്മകളാണ്. അനുസരണക്കെട്ട മക്കളും, തിന്മയുടെ വ്യാപനവും, വിചാരത്തിന്റെ വ്യാപനവും, അതേപോലെ റിബ, പലിശ, ഹലാല് പോലെ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയും എല്ലാം തിന്മകൾ ഇങ്ങനെ ഏറി വന്നുകൊണ്ടേയിരിക്കും. നല്ലവർ മനസ്സിലാകുന്നില്ലേ, അവരെ മോശക്കാരായി ഗണിക്കും, അവരെ തള്ളിപ്പറയും, അലിമീങ്ങളെ തള്ളിപ്പറയും. അലിമീങ്ങളും ചിലപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തിന്മകളിൽ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നല്ലവർക്ക് ഒരു സ്ഥാനവും ഇല്ലാതെ അവഗണിക്കപ്പെടുകയും അവരൊക്കെ ഒളിഞ്ഞും പാത്തുമൊക്കെ ജീവിക്കേണ്ട അവസ്ഥ വരും. പ്രത്യക്ഷപ്പെടാൻ പോലും അവർ ഭയപ്പെടുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ ഇതെല്ലാം മധ്യതരത്തിലുള്ള അലാമാത്തെ മുതവസ്സിത്ത എന്ന് പറയും. മധ്യമായ ആദ്യം ഉണ്ടാകുന്ന അടയാളങ്ങളുടെയും അവസാനം വരാൻ പോകുന്ന അടയാളങ്ങളുടെയും ഇടയിൽ വരുന്ന കുറെ അടയാളങ്ങൾ എന്ന നിലയിലാണ് ഈ കാര്യങ്ങളെ ഉലമാക്കൾ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് അലാമാത്തെ ഖരീബ എന്ന് പറയും. ഏറ്റവും അടുത്തുണ്ടാകുന്ന അടയാളങ്ങൾ, ഖിയാമത്തിനോട് അടുത്ത് സംഭവിക്കുന്ന അടയാളങ്ങൾ. ഒന്ന് ഇമാം മഹദി എന്ന് പറയുന്ന ഒരു ഇമാം, മുസ്ലിം സമൂഹത്തിന്റെ ഭരണകർത്താവായി ഇമാം മഹദിയുടെ പുറപ്പെടലാണ് അവസാന സമയങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ് ഇമാം മഹദി എന്നതിനെ സംബന്ധിച്ച് വിശദമായി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമയുടെ മകൻ
ഉം, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലായിരിക്കും അദ്ദേഹം വരിക. ഉനീക്ക് ഹസ്രത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്താണ് ഇറങ്ങി, ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആകാശത്തിൽ നിന്നും ഈസാ നബി ഇറങ്ങി വരുന്നത്. അതേപോലെ ദജ്ജാലിന്റെ പുറപ്പാട് അതിന് മുമ്പുണ്ടാകും, അതും ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇദ്ദേഹം മുസ്ലിമീങ്ങളുമായി ചേർന്ന് പല പ്രദേശങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധത്തിൽ അദ്ദേഹത്തിന് വിജയം ലഭ്യമാകും. ഇങ്ങനെ മഹ്ദി, അദ്ദേഹത്തിന്റെ പുറപ്പാട് വളരെ പ്രധാനപ്പെട്ട അന്ത്യദിനത്തിന്റെ അവസാനം വരുന്ന അവസാനത്തെ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ്. ലാ തദ്ഹബു ദുനിയ ഹത്താ യംലികൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈത്തി. അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് തന്നെ ആയിരിക്കും, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്റെ കുടുംബത്തിലെ ഒരു വ്യക്തി അറബ് സമൂഹങ്ങളെ മൊത്തം ഭരിക്കുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എത്ര നാൾ ഭരണം നടത്തും? 7 വർഷത്തോളം അദ്ദേഹം ഭരണം നടത്തുമെന്നുള്ളതാണ്. 7 വർഷം. യംലൗഹ ഖിസ്തൻ വാദിലൻ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം നീതി കൊണ്ട് ഭൂമിയെ നിറയ്ക്കും. തമാമുലിയത്ത് ദുൽമൻ വൗദ്വാൻ. അതിന് തൊട്ടുമുമ്പ് അതിക്രമവും ആക്രമണവും ഒക്കെ നടന്നതുപോലെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നീതി ഒഴുകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം നീതിയുടെ ഭരണമായിരിക്കും അദ്ദേഹം ഭരിക്കുക. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അലവിയുൽ ഹസനിയു മിൻ ദുർരിയത്തിൽ ഹസൻ ബിൻ അലി ബിൻ അബി താലിബ്. അബൂ താലിബ് മകൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഹസന്റെ സന്താന പരമ്പരകളിലാണ് അദ്ദേഹം വരിക. ഇത് അനിഷേധ്യമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വഹാദൽ ഇമാമു ഫി ആഖിരി സമാൻ യഖ്റുജു ഫയുഖീമുൽ അദ്ല വൽ ഹഖ്. സത്യവും നീതിയുമെല്ലാം ലോകത്ത് നടപ്പാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട അവസാന സമയത്ത് വരുന്ന ഭരണാധിപനാണ് ഇമാം മഹ്ദി എന്നുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് പോലുള്ളവർ, ഈ അടുത്ത കാലത്തെ പണ്ഡിതന്മാർ, പൂർവ്വകാല പണ്ഡിതന്മാർ എല്ലാവരും അനവധി ഹദീസുകൾ, ധാരാളം ഹദീസുകൾ, അനിഷേധ്യമായ ഹദീസുകൾ, തള്ളിക്കളയാനാവാത്തത്ര ശക്തമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഒരുപാട് പണ്ഡിതന്മാർ ഇതിന്റെ ഹദീസുകളെ ഉദ്ധരിക്കുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഹദീസുകൾ പല നിലയിൽ കൂടി സ്ഥിരപ്പെട്ട കാര്യമാണ് ഇമാം മഹ്ദിയുടെ പുറപ്പാട്. ആദ്യത്തെ അടയാളമാണ് ഇമാം മഹ്ദി ഭരണം നടത്തുക എന്നുള്ളത്. എന്ന് പറഞ്ഞ അവസാന അടയാളങ്ങളിൽ ആദ്യത്തേത്. അദ്ദേഹം ഒരു പ്രദേശത്ത് യുദ്ധം നടത്തി. അത് കുസ്തുന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് കിട്ടിയ സമ്പത്തുകളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദജ്ജാൽ പുറപ്പെട്ടു എന്നൊരു വാർത്ത വരും. അത് വ്യാജ വാർത്തയായിരിക്കും. അതിനുശേഷം വീണ്ടും ദജ്ജാൽ വന്നു എന്നുള്ള വാർത്ത വരും. അപ്പൊ യഥാർത്ഥത്തിൽ ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ മഹദിയുടെ ഭരണകാലഘട്ടത്തിലാണ്, ഇമാം മഹദി അലൈഹിസ്സലാമയുടെ ഭരണകാലഘട്ടത്തിലാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. നല്ല ജനങ്ങൾ ആ സമയത്ത് കുറഞ്ഞു പോകും. ദജ്ജാൽ പുറപ്പെടുന്ന ആ സമയത്ത് ശത്രുത എല്ലാം തുടങ്ങും. ദീൻ അല്പം ദുർബലമാകാൻ തുടങ്ങും. മഹദിയുടെ ഭരണത്തിന്റെ അവസാന സമയങ്ങളാണ്. അറിവൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. സ്ത്രീകളും ജൂതന്മാരുമായിരിക്കും ദജ്ജാലിന്റെ കൂടെ പുറപ്പെടുന്നത്. കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിന്റെ സൈന്യമായിട്ട്. ആരാണ് ദജ്ജാൽ എന്നുള്ളതിനെ പറ്റി വിശാലമായ ചർച്ചയുണ്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ചതിവ്, പൂശുക, മറച്ചു വെക്കാൻ വേണ്ടി ഇരുമ്പിൽ വെള്ളി പൂശും, സ്വർണം പൂശുന്ന പോലെ പൂശൽ. അതാണ് അദ്ദേഹം. അവന്റെ കുറെ പരിപാടികൾ കൊണ്ട് സത്യത്തെ മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കും. അസാധാരണമായ ശേഷി അള്ളാഹു നൽകി സമൂഹത്തിൽ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് അവനെ അയക്കുന്നത്.
അവൻ ആരാണ്, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്നതിനെ പറ്റിയൊക്കെ ചർച്ചയുണ്ട്. പ്രധാനമായി ചർച്ച ചെയ്തിരിക്കുന്ന മനുഷ്യനല്ല, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. കാരണം അവന്റെ കഴുത തന്നെ വലിയ ഇതാണ്. സെക്കൻഡിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന 3 ദിവസത്തെ വഴിദൂരമായിരിക്കും അതിന്റെ ഒരു കാല് വെച്ചിട്ട് അടുത്ത കാൽ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അസാധാരണമായ അവസ്ഥയാണ്. അവന്റെ ഈ ലോകത്തെമ്പാടും ചുറ്റി സഞ്ചരിക്കും. ഇപ്പൊ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് എന്നുള്ളതാണ് വലിയൊരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായമായിട്ട് ഉദ്ധരിക്കപ്പെട്ടത്. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ബോട്ടിലോ കപ്പലിലോ യാത്ര ചെയ്യുമ്പോൾ ഒരു ദ്വീപിൽ വെച്ച് ചങ്ങലയിൽ ബന്ധനസ്ഥനായ നിലയിൽ ദജ്ജാലിനെ കണ്ടു എന്ന് വരുന്നുണ്ട്. അപ്പൊ അതാ ദജ്ജാലായിരിക്കും. ജിന്ന് വർഗമാകുമ്പോൾ ഒരുപാട് ആയുസ്സുകൾ നൽകപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്ന്. അവൻ മനുഷ്യനല്ല, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ സാദൃശ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും ദജ്ജാൽ. അത് ഇമാം മഹദിയുടെ ഭരണകാലഘട്ടത്തിൽ പരീക്ഷണാർത്ഥം അല്ലാഹു തആല അയക്കുന്ന വ്യക്തിയാണ്. അവൻ ഒരു കണ്ണ് പൂർണ്ണമായി അന്ധനായിരിക്കും, ഒരു കണ്ണ് കാഴ്ചയിൽ വളരെ കുറവുള്ളവനായിരിക്കും. അവനോടൊപ്പം ജൂതന്മാരായിരിക്കും കൂടുതലും അവന്റെ സൈനികരായിട്ടുണ്ടാവുക. വിശ്വാസികൾക്ക് വലിയ പരീക്ഷണമായിരിക്കും. അവൻ ആരെ പോലെ ആയിരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അബ്ദുൽ ഹുസാബിൻ ഖത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അന്ന് അറബത്തിൽ. അയാളോട് സാദൃശ്യമായിരിക്കും ഇവന്റെ ശരീര രീതിയെല്ലാം. മുടികളൊക്കെ വളരെ പിരിഞ്ഞു കെട്ടിയ അവസ്ഥയാണ്. കണ്ണുകൾ, ഒരു കണ്ണ് പൂർണ്ണമായി അന്ധത വായിച്ച ആളാണ്. അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ വിശ്വാസികൾക്കും അത് വായിക്കാൻ കഴിയും. അതായത് മേഘത്തിന്റെ വേഗതയിലായിരിക്കും ദജ്ജാലിന്റെ സഞ്ചാരം. കാറ്റടിക്കുന്നത് പോലെ അതിവേഗത്തിൽ അവൻ സഞ്ചരിക്കും. അതിവേഗത്തിൽ ദുനിയാവിന്റെ എല്ലാ ഭാഗത്തും അവൻ സഞ്ചരിക്കും. പിന്നെ മക്ക, മദീന, ബൈത്തുൽ മഖ്ദിസ്, ഈ 3 സ്ഥലങ്ങളിൽ അവന് പ്രവേശിക്കാൻ കഴിയുകയില്ല. മലക്കുകൾ ഉപയോഗിച്ച് തന്നെ അല്ലാഹു തആല ഈ 3 സ്ഥലങ്ങളിലുള്ള പ്രവേശനം തടയും. അവന് പ്രവേശിക്കാൻ കഴിയുകയില്ല. മദീനയുടെ വെളിയിലുള്ള പ്രദേശങ്ങളിൽ അവൻ വരും. മദീനയിൽ ആ സമയത്ത് ഭൂമി കുലുക്കം അനുഭവപ്പെടുകയും മോശക്കാരായ മുനാഫിക്കുകളായ ആണും പെണ്ണുങ്ങളുമെല്ലാം മദീനയിൽ നിന്ന് ഓടിപ്പോവുകയും ഇങ്ങനെ ഇവനോടൊപ്പം ചേരുകയും ചെയ്യും. ദജ്ജാൽ ഷെജാമിലെങ്കിൽ ദജ്ജാലിനോടൊപ്പം പോയി പോകും. അപ്പൊ ഇങ്ങനെ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ഏത് ഗ്രന്ഥങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഉദ്ധരണികളെല്ലാം ഉണ്ട് കേട്ടോ. വെറുതെ പറയല്ല, ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയങ്ങൾ. ദജ്ജാലിന്റെ പുറപ്പാട്, അവന്റെ ഫിത്നകൾ, അവന്റെ കുഴപ്പങ്ങൾ, അവൻ വിശ്വാസികളെ ആക്രമിക്കുന്നത്, ഒരാളെ രക്ഷമായി മാറ്റുകയും അതിനുശേഷം കൂട്ടിച്ചേർത്തിട്ട് താൻ റബ്ബാണെന്ന് വാദിക്കുകയൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അത്രത്തോളം വലിയ പരീക്ഷണമായിരിക്കും ദജ്ജാലിന്റെ പരീക്ഷണം എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനം ഉണ്ടാകുന്നത്. നുസൂല ഈസ, ഇങ്ങനെ ദജ്ജാൽ ലോകത്ത് കുഴപ്പമുണ്ടായിക്കൊണ്ട് നടക്കുമ്പോൾ ഇമാം മഹദിയും സംഘവും ഒക്കെ ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നത്. ഈസാ നബിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, 2-3 വിശ്വാസങ്ങളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ക്രിസ്ത്യാനികളാണെങ്കിൽ ജൂതന്മാർ അദ്ദേഹത്തെ ശല്യം ചെയ്തപ്പോൾ ജൂതന്മാരിൽപ്പെട്ട വിഭാഗത്തിനെതിരെ ചെയ്തത് കാരണമായി അവർ പന്നികളായി മാറുകയും മറ്റു ജൂതന്മാർ ഇദ്ദേഹത്തെ, അവരിൽപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കുന്നതിന് കാരണമായതുകൊണ്ട് ഇദ്ദേഹം ആകെ നാശം നാട്ടിൽ വിതയ്ക്കുന്നു. അദ്ദേഹത്തെ വധിക്കണം എന്ന അടിസ്ഥാനത്തിൽ പിടിച്ചു വധിക്കുകയും, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതാണ്, വധിക്കപ്പെടുകയും 3 ദിവസത്തിന് ശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയും അദ്ദേഹത്തെ ഉയർത്തപ്പെടുകയും ഒക്കെ ചെയ്തു എന്നാണ് അവരുടെ വിശ്വാസം. പിന്നെ ഖാദിയാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണെങ്കിൽ ഈസാ നബിയെ സംബന്ധിച്ച് പറയുന്നത്, ഈസാ നബിയെ അക്രമികൾ പിടികൂടാൻ വേണ്ടി ജൂതന്മാർ പിടികൂടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ തൂക്കിലേറ്റിയെങ്കിലും, അദ്ദേഹത്തെ കുരിശിൽ തറച്ചുവെങ്കിലും അദ്ദേഹം മരിച്ചില്ല, ബോധം കെട്ട് കിടക്കുകയും സ്വയം രക്ഷപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ വഴി കാശ്മീരിൽ എത്തുകയും
കാശ്മീരിൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു, ഖബറടക്കപ്പെട്ടു, കാശ്മീരിലാണ് ഖബർ എന്നൊക്കെയാണ് ഗുലാം അഹമ്മദ് ഖാദിയാനി മൽഊൻ അന്ത്യം പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് വന്ന ഗുലാം അഹമ്മദ് ഖാദിയാനികളുടെ തലവന്റെ അഭിപ്രായമാണിത്. വെറും അബദ്ധങ്ങൾ മാത്രം നിറഞ്ഞ തോന്നിവാസ അഭിപ്രായമാണ്. പുള്ളിയാണ് മഹദി എന്നാണ് വാദിച്ചത്. അദ്ദേഹം ഞാനാണ് ഈസാ എന്ന് വാദിച്ചയാളാണ്. അപ്പം ഈസാ നബി മരിച്ചു എന്ന് പറയേണ്ട ആവശ്യമുണ്ടായി. ചരിത്രപരമായ യാതൊരു തെളിവുമില്ലാതെ വെറുതെ അദ്ദേഹം കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കി. കാശ്മീരിലാണ് അദ്ദേഹത്തിന്റെ ഖബർ എന്ന് പറയുന്നത്. ശ്രീനഗറിലാണ് ഖബർ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമുണ്ട്, ഖുർആനിന്റെ വിശ്വാസം. വമാ ഖതലൂഹു വമാ സലബൂഹു വമാ ഖതലൂഹു യഖീന ബർ റഫഅഹു അല്ലാഹു ഇലൈഹി. ശത്രുക്കൾക്ക് അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞില്ല, ഉറപ്പായും മനസ്സിലാകുന്നില്ലേ, അദ്ദേഹത്തെ വധിച്ചില്ല, തൂക്കിലേറ്റിയുമില്ല, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഖുറാനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർക്ക് വധിക്കാൻ പറ്റിയില്ല. തൈത്താനൂസ് അദ്ദേഹത്തെ വധിക്കാനായി ശ്രമിച്ച അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് അള്ളാഹു താല ഈസാ നബിയുടെ മുഖത്തിന്റെ അവസ്ഥ കൊടുക്കുകയും ഈസാ നബിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ വ്യക്തിയെയാണ് വധിച്ചത്. ഈസാ നബി അള്ളാഹു ആ സമയത്ത് ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു എന്നുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രധാന അഭിപ്രായം, സ്വീകാര്യമായ അഭിപ്രായം വന്നിരിക്കുന്നത് 40 വർഷം ആയപ്പോഴാണ് നുബുവത്ത് കിട്ടിയത്. പിന്നെ 40 വർഷം അദ്ദേഹം ഭൂമുഖത്ത് ജീവിച്ചിരുന്നു. അതിനുശേഷം 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത്. ഇനി ഭൂമിയിൽ വന്ന് 40 വർഷവും കൂടി അദ്ദേഹം ജീവിക്കും. മഹദി അലൈഹിസ്സലാമയോടൊപ്പം 7 വർഷം അദ്ദേഹം ഉണ്ടാകും. അതിനുശേഷം പിന്നെ ഈസാ നബി വീണ്ടും ജീവിച്ചിരിക്കും. അദ്ദേഹം 10, 20, 21 വർഷം കഴിയുമ്പോൾ വീണ്ടും വിവാഹിതനാകും ദുനിയാവിൽ വെച്ച്. മുമ്പ് വിവാഹിതനായിട്ടില്ലല്ലോ. അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകും. പിന്നീട് അദ്ദേഹം മരണപ്പെടും. വിശ്വാസികൾ അദ്ദേഹത്തെ ഖബറടക്കും. അദ്ദേഹം ഇറങ്ങി വരുന്നത് ബൈത്തുൽ മഖ്ദിസിന്റെ ഒന്നുകിൽ ഡമാസ്കസിലെ പ്രധാന പള്ളിയുണ്ട്. ഡമാസ്കസിലെ പള്ളിയുടെ കിഴക്കൻ മിനാറയിൽ ഒരു വെളുത്ത മിനാറയുണ്ട്, ഗോപുരമുണ്ട്. അതിൽ മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഇറങ്ങി വരിക. മറ്റൊരു അഭിപ്രായം ബൈത്തുൽ മഖ്ദിസിലാണ് ഇറങ്ങുക എന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ദീർഘമായി ഈസാ നബിയെ സംബന്ധിച്ച് ഈസാ നബി വരികയും അദ്ദേഹം പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇമാം സുബഹ് നമസ്കാര സമയത്താണ് ഇറങ്ങുക. ഇമാം മഹദി നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇമാം മഹദി ഈസാ നബി ഇമാമായി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടും, നിങ്ങൾ നമസ്കരിക്കും. അപ്പൊ അദ്ദേഹം പറയില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടത്, നിങ്ങൾ നമസ്കരിക്കാനാണ്, അതുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കൂ. ഇമാം മഹദി പിന്നോട്ട് മാറാൻ ശ്രമിക്കുമെങ്കിലും അദ്ദേഹത്തെ പിന്നിൽ കൈവച്ചുകൊണ്ട് കയറി നിൽക്കൂ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അങ്ങനെ അദ്ദേഹത്തെ ഇമാമത്തിന് വേണ്ടി ഇമാം മഹദിയെ തന്നെ തള്ളി ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് നിർത്തും. അങ്ങനെ ഇമാം മഹദി ഈസാ നബി മാമുമായി നിന്നുകൊണ്ട് ഇമാം മഹദി സുബഹി നമസ്കാരം നമസ്കരിക്കും. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഘട്ടവും എവിടെ ഇറങ്ങുമെന്നും ഇറങ്ങുന്ന സമയവും ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാതിൽ തുറക്കുകയും ജിസ്കെ പീछे ദജ്ജാൽ ഹോഗ, അവിടെ ദജ്ജാൽ ഉണ്ടാകും, ദജ്ജാലിനോടൊപ്പം വളരെ വലിയ സൈന്യമുണ്ടാകും. ജനങ്ങളോട് കൈകൊണ്ട് ഇഷാറ ചെയ്തുകൊണ്ട് ദജ്ജാലിന്റെ ഭാഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. ഈസാ നബിയെ കാണുമ്പോൾ തന്നെ ദജ്ജാൽ ആകെ ഉരുകി ഒലിക്കുന്നത് പോലെ ആകെ വിയർത്ത് മനസ്സിലാകുന്നില്ലേ, അവൻ ഉരുകും. അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശ്വാസം എത്തുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ശ്വാസം അടിച്ചതിന്റെ പേരിൽ പോലും കുഫാറുകൾ മരിച്ചു വീഴാൻ തുടങ്ങും. അങ്ങനെ മുസ്ലിമീങ്ങൾ ദജ്ജാലിനെ പേടിച്ച് പർവ്വതങ്ങളിലും മറ്റും ഓടി ഒളിച്ചിട്ടുണ്ടാവും. ആ മുസ്ലിമീങ്ങളെല്ലാം ദജ്ജാലിന്റെ സൈന്യത്തിനെതിരെയും ദജ്ജാലിനെതിരെയും യുദ്ധം ചെയ്യും. ഒരു ജൂതന് പോലും വാളുയർത്താൻ പറ്റാത്ത നിലയിൽ നിഷ്ക്രിയരായി പോകും. എങ്ങനെ ദജ്ജാൽ ഓടിപ്പോകാൻ ശ്രമിക്കും. ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിന്റെ പിന്നാലെ പോകും.
പെരിയ ലർബ് തെരലിയ മുഖദ്ദർ ഹോ ചുക്കി ഹെ, എൻ്റെ ഒരു വെട്ട് നിനക്ക് കിട്ടാനിരിക്കുന്നു, നീ ഇതാ ഉടൻ നശിക്കുമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വാൾ ഉപയോഗിച്ച് ദജ്ജാലിനെ ബാബേൽ ഉദ്ധ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വധിക്കുകയും ചെയ്യും. ഈസാ നബിയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട്, ഈസാ നബി അല്ലാതെ മറ്റാരും ഈ ദജ്ജാലിനെ വധിക്കുകയില്ല, വധിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ദജ്ജാലും ദജ്ജാലിന്റെ അനുചരന്മാരും എല്ലാം പരാജയപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ദജ്ജാലിനെ വധിക്കുന്നു. അതിനുശേഷമാണ് യജൂജ് മാജൂജ് എന്ന് പറയുന്ന സംഘം അവരുടെ പുറപ്പാടുണ്ടാവും. ദജ്ജാലിനെയൊക്കെ കൊന്നതിന് ശേഷം സമാധാനത്തോടെ കഴിയുമ്പോഴാണ് അതിനുശേഷം സംഭവിക്കുന്ന കാര്യമാണ് യജൂജ് മാജൂജിന്റെ പുറപ്പാട്. ഖുറാനിൽ യജൂജ് മാജൂജിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ദുൽഖർനൈൻ അല്ലെ, സൂറത്തെ കഹ്ഫിന്റെ അവസാനത്തിൽ മുമ്പ് ദുൽഖർനൈൻ രാജാവ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രദേശത്ത് എത്തിപ്പെടുകയും ഇങ്ങനെ ഈ പ്രദേശത്ത് യജൂജ് മാജൂജ് എന്ന വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇവിടെ ഒന്ന് കൊള്ളയടിക്കുന്നു. അതുകൊണ്ട് അവർ കടന്നു വരുന്ന ഈ മലകളുടെ ഇടുക്ക് ഭാഗം കെട്ടി അടയ്ക്കണം, അവർക്ക് കടന്നു വരാൻ പറ്റാത്ത രൂപത്തിലാക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത സംഭവം സൂറത്തെ കഹ്ഫിലുണ്ട്. അതെവിടെയാണ് ആ കെട്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ചരിത്രകാരന്മാരൊന്നും കൂടുതൽ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കൃത്യമായത് ഏത് എന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിലുള്ള ഒരു പർവ്വത നിരയുണ്ട്, അവിടെയാണ് ഈ ഇത് സംഭവിച്ചത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് പ്രധാനമായും പറയപ്പെട്ടിട്ടുള്ളത്. ഇന്നത് ആരാണ് യാജൂജ് മാജൂജ് എന്ന് പറയുന്ന സംഘം? ചിലർ പറയുന്നത് മുമ്പ് താർത്താരികൾ, മംഗോളിയർ എന്ന് പറഞ്ഞില്ലേ, ബാഗ്ദാദ് ആക്രമിച്ചവർ, അവര് തന്നെയാണ് യാജൂജ് മാജൂജ്. അവരെ പറ്റി അവർ വളരെ നീളം കുറഞ്ഞവരാണ്, ഒരു ചെവി വിരിക്കുകയും ഒരു ചെവി കൊണ്ട് മൂടുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിവായാത്തുകൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടുള്ളതല്ല. തൗറാത്ത് അതേപോലെ ഇസ്രായേലി സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന വർത്തമാനങ്ങളാണ്. അപ്പൊ അതിനൊന്നും സ്വീകാര്യത കൊടുക്കേണ്ടതില്ല. നൂഹ് നബിയുടെ മകൻ യാഫിസിന്റെ സന്താനങ്ങളാണ് യാജൂജ് മാജൂജ്. ആ പരമ്പരയിൽ വരുന്ന മനുഷ്യർ തന്നെയാണ്. അത് മിക്കവാറും റഷ്യക്കാരോ അല്ലെങ്കിൽ യൂറോപ്യനോ അല്ലെങ്കിൽ ചൈനക്കാരോ ഒക്കെ ആയിരിക്കാം എന്നൊക്കെയാണ് ഇക്കാലഘട്ടത്തിൽ കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അല്ലാതെ മനുഷ്യരല്ലാത്ത മറ്റേതോ ഒരു വിഭാഗമൊന്നുമല്ല. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ തന്നെയാണ്. അവരുടെ അതിക്രമവും ആക്രമണവും ഉണ്ടാകും. യാജൂജ് മാജൂജ് അവരെ സംബന്ധിച്ച് ആ കെട്ടിനെ അവര് തുളയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാ ദിവസവും അതിനെ തുളയ്ക്കാൻ അടുത്തെത്തും. പക്ഷേ അതിനു മുമ്പ് തന്നെ വൈകുന്നേരമായി പോകും എന്നൊക്കെ പറഞ്ഞ ചില വരുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് പോലും അത് കൃത്യമായി സ്ഥിരപ്പെട്ടതല്ല എന്നും, അത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മിക്കവാറും കാബെ അഹ്ബാർ പോലുള്ള ജൂതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന വ്യക്തികളിൽ നിന്നും കേട്ട് പറഞ്ഞതായിരിക്കാം, പ്രവാചകൻ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരു മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹം തന്നെയാണ്. അത് ആരാണ്, ഏതാണ്, ഇപ്പോൾ എവിടെ താമസിക്കുന്നവരാണെന്നൊന്നും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഏകദേശം ഈ മംഗോളിയൻ വംശജർ, തുർക്ക് വംശജർ തന്നെയായിരിക്കാം. ഒന്നുകിൽ അത് റഷ്യ, ചൈന പോലുള്ള ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യ വിഭാഗം തന്നെയായിരിക്കാം. അവരുടെ അതിക്രമം മറ്റ് ഈസാ നബിയും സംഘവും നേരിടേണ്ടി വരും. അവർക്ക് അല്ലാഹു തആല ശിക്ഷ എന്ന നിലയിൽ അവരെ ഒന്നടങ്കം മരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാജൂജ് മാജൂജിന്റെ സംഭവങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. ഏതായാലും അത് സംഭവിക്കുമ്പോൾ മാത്രമേ ആര് എന്ത് എന്നൊക്കെ കൃത്യമായി പറയാൻ പറ്റൂ. പ്രവാചകൻ പറഞ്ഞ കാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അപ്പൊ യാജൂജ് മാജൂജിന്റെ സംഭവം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ സമയം ഏകദേശം തീരാറായില്ലേ. ബാക്കി അല്പം കൂടിയുണ്ട്. യാജൂജ് മാജൂജിന് ശേഷം വരുന്ന തർത്തീബുകൾ എന്താണ്, അവരുടെ നാശത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്. ഈസാ നബിയും സംഘവും ഈ യാജൂജ് മാജൂജ് വിഭാഗത്തിനെതിരെ ദുആ ചെയ്യും. അല്ലാഹു തആല അവരുടെ മേൽ ശിക്ഷ ഇറക്കി എല്ലാവരെയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. വീണ്ടും യാജൂജ് മാജൂജിന്റെ മരണത്തിന് ശേഷം വലിയ മഴകൾ വർഷിക്കുകയും ഭൂമിയിൽ ധാരാളം കൃഷികൾ ഉണ്ടാവുകയും വലിയ ഫലങ്ങളും ബറകാത്തുകളും എല്ലാം കൊണ്ട് നിറഞ്ഞൊഴുകുകയും ചെയ്യും. അവരുടെ ആക്രമണങ്ങളെല്ലാം അവസാനിച്ച് ഭൂമിയിൽ ശാന്തിയും സമാധാനവും വരും. അപ്പോഴും ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് നേതൃത്വമായിട്ടുണ്ടാകുന്നത്.
അദ്ദേഹമാണ് ഭരണം നടത്തുക. ദുനിയാമെ ആപ്ക നുസൂൽ ഇമാമെ ആദിൽ ഒരു ഇമാമെ ഹാക്കിം. അദ്ദേഹം ഒരു ആദിലായ നീതിമാനായ ഭരണാധിപനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച് ലോകത്ത് ഭരണം നടത്തിക്കൊണ്ടേയിരിക്കും. മഹദിയുടെ എല്ലാം ഭരണം നേരത്തെ നടന്നു കഴിഞ്ഞു. മഹദി മരിച്ചതിന് ശേഷം വീണ്ടും 33 വർഷം അദ്ദേഹം ലോകത്ത് ഭരണം നടത്തിക്കൊണ്ട് നേതൃത്വം നടത്തിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാകും. ഈ സമയത്താണ് ദജ്ജാലിന്റെ ഈ യാജൂജ് മാജൂജ് വരുന്നത്. ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നതും അദ്ദേഹം ഭരണം നടത്തുന്നതും. അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആയിരിക്കും ജീവിക്കുക. ഇങ്ങനെ ഈസാ നബിയുടെ ഭരണകാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. നാം ഈ സംഭവിക്കാൻ പോകുന്ന അന്ത്യദിനത്തിന് മുമ്പായി നമ്മൾ നമ്മുടെ ജീവിതം അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ചുള്ള ജീവിതം ആക്കി തീർക്കാനുള്ള ഓരോ സെക്കൻഡും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു തആല അതിനുവേണ്ടി തയ്യാറാകുവാൻ, ഹിസാബ് കിതാബിന് വേണ്ടിയെല്ലാം തയ്യാറാകുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അശ്രദ്ധമായ ജീവിതത്തിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ മാറ്റി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അന്ത്യദിനത്തിന് വേണ്ടി തയ്യാറായി അള്ളാഹുവിന്റെ മുന്നിൽ സന്തോഷവാന്മാരായി എത്തിച്ചേരാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.